മനുഷ്യബന്ധങ്ങൾക്കിടയിലെ വൈകാരികതയുടെ ആഴവും വ്യാപ്തിയും പ്രതിപാദിപ്പിക്കുന്ന ചിത്രത്തിൽ ആസിഫ് അലിയുടെ അമീർ എന്ന കഥാപാത്രം വലിയ കയ്യടിയാണ് നേടുന്നത്. ആസിഫ് അലി നായകനായി എത്തിയ ചിത്രമാണ് സർക്കിട്ട്. തമർ സംവിധാനം നിർവഹിച്ച ചിത്രം മികച്ച പ്രേക്ഷകാഭിപ്രായം നേടി രണ്ടാം വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മനുഷ്യബന്ധങ്ങൾക്കിടയിലെ വൈകാരികതയുടെ ആഴവും വ്യാപ്തിയും പ്രതിപാദിപ്പിക്കുന്ന ചിത്രത്തിൽ ആസിഫ് അലിയുടെ അമീർ എന്ന കഥാപാത്രം വലിയ കയ്യടിയാണ് നേടുന്നത്. പരാജയപ്പെട്ട ആദ്യ ശ്രമത്തിന് ശേഷം വീണ്ടും ജോലി തേടി സന്ദർശക വിസയ്ക്ക് യുഎഇയിലെത്തി. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന അമീറിന്റെ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സിനിമ കുടുംബ പ്രേക്ഷകരാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന രോഗാവസ്ഥയിലൂടെ കടന്നുപോകുന്ന 7 വയസ്സുകാരനായ ജെപ്പു എന്ന ജെഫ്രിനും അമീറും തമ്മിലുള്ള ആത്മബന്ധമാണ് സിനിമയുടെ ഇതിവൃത്തം. ആസിഫ് അലിയുടെ കരിയറിലെ മറ്റൊരു ഗംഭീര സിനിമയാണ് സർക്കിട്ട്. അമീർ എന്ന കഥാപാത്രത്തിന്റെ നിസ്സഹായ അവസ്ഥയുടെ നോവും നീറ്റലും കാണിക്കുന്ന ചിത്രം അതിഗംഭീര അഭിനയ മുഹൂർത്തങ്ങളിലൂടെയാണ് ആസിഫ് അലിയെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. മെയ് 8-നാണ് ചിത്രം ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തിയത്. കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റുകളായി കിഷ്കിന്ധാകാന്ഡം, രേഖാചിത്രം എന്നീ ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾക്ക് ശേഷം ആസിഫ് അലി നായകനാകുന്ന ചിത്രമാണ് സർക്കിട്ട്. കൂടാതെ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷകളോടെ കാത്തിരുന്ന ചിത്രവും കൂടിയാണിത്. വമ്പൻ പ്രേക്ഷക പ്രശംസയും നിരൂപക പ്രശംസയും നേടിയ പൊന്മാൻ എന്ന ചിത്രത്തിന് ശേഷം അജിത് വിനായക ഫിലിംസ്, ആക്ഷൻ ഫിലിംസ് എന്നീ ബാനറുകളിൽ വിനായക അജിത്, ഫ്ലോറിൻ ഡൊമിനിക് എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രമാണിത്. പ്രേക്ഷകരും നിരൂപകരും ഒരുപോലെ പ്രശംസിച്ച 1001 നുണകൾ എന്ന ചിത്രത്തിന് ശേഷം തമർ ഒരുക്കിയ സർക്കിട്ടിൽ ദിവ്യപ്രഭയാണ് നായികാവേഷത്തിലെത്തിയിരിക്കുന്നത്. പൂർണ്ണമായും ഗൾഫ് രാജ്യങ്ങളിൽ ചിത്രീകരിച്ച സർക്കിട്ട് UAE, ഷാർജ, റാസൽ ഖൈമ, ഫുജൈറ എന്നിവിടങ്ങളിലായി 40 ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കിയത്. ആസിഫ് അലി, ബാലതാരം ഓർഹാൻ, ദിവ്യപ്രഭ, ദീപക് പരമ്പോൾ എന്നിവരെ കൂടാതെ രമ്യ സുരേഷ്, പ്രശാന്ത് അലക്സാണ്ടർ, സ്വാതി ദാസ് പ്രഭു, സുധീഷ് സക്രിയ, ഗോപൻ അഡാട്ട്, സിൻസ് ഷാൻ, പ്രവീൺ റാം എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഛായാഗ്രഹണം അയാസ് ഹസൻ, സംഗീതം ഗോവിന്ദ് വസന്ത, എഡിറ്റർ സംഗീത് പ്രതാപ്, പ്രൊജക്ട് ഡിസൈനർ രഞ്ജിത്ത് കരുണാകരൻ, കലാസംവിധാനം വിശ്വനാഥൻ അരവിന്ദ്, വസ്ത്രാലങ്കാരം ഇർഷാദ് ചെറുകുന്ന, മേക്കപ്പ് സുധി ലൈൻ, PRO വൈശാഖ് വടക്കേവീട്, ജിനു അനിൽകുമാർ, അഡ്വർടൈസിംഗ് ബ്രിങ് ഫോർത്തുമാണ്.